അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു ഇതായി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തേണ്ടതല്ല, നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. കാരണം നമ്മളിത് തുടങ്ങിയാലേ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത്. എൻ്റെ അമ്മ ഇത്രയും ബുദ്ധിമുട്ടിനിടയിൽ നിന്ന് പഠിച്ചെന്തെങ്കിലും ആയി എന്നുള്ളത് ആ കുട്ടികൾക്ക് വലിയൊരു ഇതാണ്. ചെയ്യുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞുള്ള ഗ്യാപ്പുണ്ട്, കൂടെ 1 വയസ്സിന് താഴെയുള്ള കുട്ടിയുണ്ട്. ബാക്കി എല്ലാ ജോലികളുടെ ഇടയിൽ കൂടി കിട്ടുന്ന സമയം മാത്രമാണ് എനിക്ക് പഠിക്കാനായിട്ട് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ഒരു 2 മണിക്കൂർ കൂടുതലൊന്നും ഒരു ദിവസം നമുക്ക് കിട്ടില്ല. കുട്ടി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പഠിച്ചിരുന്നത്. സ്റ്റാറിൻ്റെ ബൂസ്റ്റർ കേൾക്കുമ്പോൾ കേട്ടിരുന്നതിൽ എനിക്ക് അത്രയും ഉള്ളിൽ കൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന 1 മണിക്കൂറോ 1 മിനിറ്റ് ആവട്ടെ അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ആ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. പക്ഷേ ഇഫക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ സാധനം അതിനാണ്. ഇപ്പോൾ 6 വർഷം 7 വർഷം 3 വർഷമൊക്കെ പഠിക്കുന്നവരുണ്ട്. 3 മാസം ഇഫക്റ്റീവായി നമ്മളത് കൊടുത്താൽ നമുക്കത് കിട്ടും. ഹായ് എവരിവൺ. ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോലി, പ്രത്യേകിച്ച് ഒരു അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ 3 പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിലെത്തുകയും അതിൽ 2 പരീക്ഷകളിൽ അഡ്വൈസ് കിട്ടി ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റിയ സിംജയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സിംജ ടീച്ചർ ആദ്യം കാസർഗോഡ് കാഞ്ഞങ്ങാടും പിന്നീട് കണ്ണൂർ പാലയാടും ജോയിൻ ചെയ്തു. ടീച്ചറിൻ്റെ പഠനവിശേഷങ്ങളും ജോലിയിലെ അപ്ഡേറ്റുകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ടീച്ചർ. ആദ്യമേ തന്നെ PSC പഠനയാത്ര എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ I+ന്റെ കോഴ്സിന് ചേരുന്നത് യൂട്യൂബിലെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ 2015 PG കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് എൻ്റെ സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ 21 HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നത്, 22 NBT വന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തെങ്കിലും എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞുള്ള ഗ്യാപ്പുണ്ട്, കൂടെ 1 വയസ്സിന് താഴെയുള്ള കുട്ടിയുണ്ട്. ബാക്കി എല്ലാ ജോലികളുടെ ഇടയിൽ കൂടി കിട്ടുന്ന സമയം മാത്രമാണ് എനിക്ക് പഠിക്കാനായിട്ട് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ഒരു 2 മണിക്കൂർ കൂടുതലൊന്നും ഒരു ദിവസം നമുക്ക് കിട്ടില്ല. കുട്ടി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പഠിച്ചിരുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് വർഷങ്ങളോളം പഠിക്കണം, പ്രത്യേകിച്ച് HSST കെമിസ്ട്രി പോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ PG നീണ്ടകാലം ഗ്യാപ്പ് വന്ന ആളും കൂടിയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? വർഷങ്ങളുടെ പഠനം ആവശ്യമാണോ, അതോ 2-3 മാസം പഠിച്ച് ഒരു സ്ട്രോങ് ബിലീഫ് ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി, സ്വന്തം കാലിൽ നിൽക്കണം, ആ ഒരു ആഗ്രഹമാണോ കൂടുതൽ ഈ വിജയത്തിലേക്ക് നയിച്ചത്? അത് ഉണ്ട്. അതായത് ഇത് കഴിഞ്ഞുള്ള ഗ്യാപ്പുണ്ട്, പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അത് നമ്മളിത് രാവിലെ ഒരു 9 മണിക്കുള്ളിൽ ചെയ്താലും തീരുന്ന പണികളൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളൂ. പക്ഷെ പല ആൾക്കാരും കല്യാണം കഴിഞ്ഞ് ഫുൾ ഡേ നമ്മൾ ഇതിനു വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറം നമ്മുടെ ലൈഫിനൊരു എന്തൊരു മിഷൻ ഉണ്ട്, ഒരു ഗോളുണ്ട്. നമ്മൾ ഇതുപോലെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ ബാക്കി എക്സ്ട്രാ കിട്ടുന്ന ഈ സമയം വെറുതെ കളയാതെ അതെന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്യണം. അതിന് ഒരു കുറേ വർഷങ്ങൾ പഠിക്കുന്നവരെ ഞാനും കണ്ടിട്ടുണ്ട്. കുറേ വർഷം പഠിക്കുന്നതിന് പകരം എത്ര എഫക്റ്റീവായി പഠിക്കുന്ന, ഞാൻ സാറിൻ്റെ ബൂസ്റ്റർ കേൾക്കുമ്പോൾ കേട്ടിരുന്നതിൽ എനിക്ക് അത്രയും ഉള്ളിൽ കൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന 1 മണിക്കൂറോ 1 മിനിറ്റ് ആവട്ടെ അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ആ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. പക്ഷേ ഇഫക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ സാധനം അതിനാണ്. ഇപ്പോൾ 6 വർഷം 7 വർഷം 3 വർഷമൊക്കെ പഠിക്കുന്നവരുണ്ട്. 3 മാസം ഇഫക്റ്റീവായി നമ്മളത് കൊടുത്താൽ നമുക്കത് കിട്ടും. ഓക്കെ, ആ ജേണിയിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരുപാട് പേര് പ്രൊഡക്റ്റീവായിട്ട് നല്ല മാർക്ക് വാങ്ങി PG വരെയൊക്കെ പഠിച്ചവർ പിന്നീടൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. കുഞ്ഞുമായിട്ടാണ് പഠിച്ചതെന്നും പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? കുഞ്ഞ് ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് രാത്രി ഉറക്കമൊന്നും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഞാൻ കുറേ വെളുപ്പിന് എഴുന്നേറ്റ് ഭയങ്കര അങ്ങനെയുള്ള പഠനമൊന്നും നടത്തിയിട്ടില്ല. രാവിലെ ഒരു വിധം ജോലികൾ തീർത്തിട്ട് കിട്ടുന്ന സമയത്ത്, പിന്നെ അയാൾ കുറച്ച് കുളിപ്പിച്ചെല്ലാം കഴിയുമ്പോൾ അയാൾ ഉറങ്ങുന്ന ആ സമയത്ത് ഒരു 1 മണിക്കൂർ, വൈകിട്ട് ഹസ്ബൻഡൊക്കെ വന്നു കഴിയുമ്പോൾ ബാക്കി നോക്കാൻ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കിട്ടുന്ന ഒരു 1 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഉള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ വൈകിട്ടൊക്കെ ആണെങ്കിൽ കുട്ടീനെ നോക്കുന്ന സമയത്ത് എനിക്ക് മുറിയിലിരുന്ന് ബാക്കി അത് പഠിക്കാനുള്ള ഒരു അവസരം അവർ തന്നിരുന്നു. വീട്ടിലും സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ പ്രിപ്പറേഷനും I+നോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ പ്രിപ്പറേഷൻ? ഹെൽപ്പ് ചെയ്തോ?
ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങളെ നേരിടാൻ അത് സഹായിച്ചു? ഇന്റർവ്യൂവിന്റെ ഇതുപോലെ ഞാൻ കോച്ചിങ്ങിന് ചേർന്നു. അത് കണ്ടു കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴാണ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോഴാണെങ്കിൽ നമുക്ക് എത്രയാണ് നമ്മുടെ റാങ്ക് എന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ I+ തന്നെയൊക്കെ പറഞ്ഞു നമ്മുടെ ഒരു മാർക്ക് മാറുന്നതനുസരിച്ച് പോലും നമ്മുടെ റാങ്ക് മാറും. വേറെ ഇപ്പം എല്ലായിടത്തും നോക്കിയാലും നമുക്ക് ഒരു ബുക്ക് വെച്ച് പഠിച്ചാൽ പോലും നമുക്ക് ഇന്റർവ്യൂവിന് ഒരു ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എക്സ്പീരിയൻസും അതുമെല്ലാം കിട്ടിയാലേ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. HSST റാങ്ക് ലിസ്റ്റിൽ 63ഓളം പേരായിരുന്നു അല്ലേ ഒരുമിച്ച് അഡ്വൈസ് വന്നിരുന്നത്? 60ന്റെ അടുത്തുണ്ട് ഉണ്ടായിരുന്നു. ആദ്യ റൗണ്ട് അഡ്വൈസിൽ തന്നെ ജോലിക്ക് കയറാനായിട്ടും അതെ, എല്ലാവർക്കും ഒരുമിച്ച് കിട്ടി. ഓക്കെ. ഇനിയും ഈ ഗവൺമെന്റ് എക്സാമിനുകൾക്ക് ഒക്കെ തയ്യാറെടുക്കുന്ന അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരായിട്ടുള്ള ഒരുപാട് ഗ്യാപ്പൊക്കെ വന്ന ആൾക്കാരുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, ഇതെല്ലാം കഴിഞ്ഞതോടെ നമ്മുടെ ലൈഫൊന്നും തീർന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഇവിടെ ചെയ്യുന്നതിന് അപ്പുറം കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സൊസൈറ്റീനോട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മറന്നുപോയ നമ്മുടെ ഗോളുകൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചെടുക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മളിതെല്ലാം ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകും, അത് ഉറപ്പാണ്. കാരണം നമ്മളെല്ലാ കാലത്തും ഇവിടെ തന്നെ ജീവിക്കുന്നവരല്ല. നമ്മൾ എന്തായാലും പോയാൽ നമ്മളുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആരെങ്കിലും പുതിയൊരാൾ വരും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആ കാര്യം കൂടി എടുത്ത് ചെയ്തോളും. അപ്പം അതുകൊണ്ട് ഫാമിലി ആയി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തീർത്ത് ജീവിക്കേണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ കോച്ചിങ് എടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യം പോലെ റിസോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എന്തായിരുന്നോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ എത്തിച്ചേരാം. പിന്നെ ഒരു +2 ടീച്ചർ ആവണമെന്ന് അന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നടക്കുന്നൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ വന്ന് നിന്ന് അവസാനം എത്തിയത് അതേ പൊസിഷനിലാണ്. പക്ഷെ ഞാൻ അന്ന് 2010 ആ സമയത്താണ് എൻ്റെ +2 കഴിയുന്നത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷമാണ് ടീച്ചറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ടീച്ചറെ, ഞാൻ അന്ന് ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ അതെ. അപ്പോൾ ടീച്ചർക്ക് അത്ഭുതമാണ്. കാരണം എൻ്റെ ബാച്ചിൽ പഠിച്ച ഒരാൾ പോലും ടീച്ചറായിട്ടില്ല. പോരാത്തിന് അവരെല്ലാവരും എൻജിനീയേഴ്സ് തന്നെയാണ് ആയിരിക്കുന്നത്. അതിൽ ടീച്ചറിൻ്റെ പോലെ തന്നെ സബ്ജക്റ്റ് എടുത്ത് കെമിസ്ട്രി ഞാൻ ടീച്ചറായെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഒത്തിരി സന്തോഷമായി. ടീച്ചർ എന്നോട് പ്രൗഡ് ഓഫ് യു പറഞ്ഞു. അതാണ് എൻ്റെ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു ഇതായി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തേണ്ടതല്ല. നമ്മൾ അവിടെ നിന്ന് ഇനി തുടങ്ങണം. കാരണം നമ്മളിത് തുടങ്ങിയാലേ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത്. എൻ്റെ അമ്മ ഇത്രയും ബുദ്ധിമുട്ടിനിടയിൽ നിന്ന് പഠിച്ചെന്തെങ്കിലും ആയി എന്നുള്ളത് ആ കുട്ടികൾക്ക് വലിയൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്യണം. നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ കിട്ടിയിട്ടാവില്ല നമുക്ക് പഠിക്കാൻ പറ്റുക. എന്തിൻ്റെ ഇടയിൽ എത്ര സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മേടിക്കുന്നതിനൊരു വലിയ വാല്യൂ ഉണ്ട്. ഷിംജയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ കേട്ടു. ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. ആ വിജയത്തിലൊരു മോട്ടിവേഷൻ ആയാലും നമ്മുടെ കോഴ്സുകളിലൂടെ ആയാലും ചെറിയൊരു പങ്കെങ്കിലും വഹിക്കാനായിട്ട് സാധിച്ചതിന് നിങ്ങളും ഈ കാര്യം എപ്പോഴും ഓർക്കുക. ജീവിതത്തിൻ്റെ ഒരു ഫേസാണ് മാരേജ് എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു എൻഡല്ല. നമ്മളെ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്ന സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട് എന്ന് ഓർക്കുക. നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ എന്നും നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അതിന് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നിറവേറ്റേണ്ട ചുമതലകളോ പഠിക്കാനെടുക്കുന്ന സമയമോ അതൊന്നും ഒരു തടസ്സമാവാതിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ആശംസിക്കുകയാണ്. I+ന്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തിപരമായിട്ടും ഞങ്ങളെ വീട്ടിലേക്ക് സ്വീകരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. മുന്നോട്ടും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമാവാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.